രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ പൊതുവെ കാണുന്നത് പോലെ ഗ്രാമത്തിലുള്ളവർ നഗരങ്ങളിലേക്ക് ചേക്കേറുകയല്ല, മറിച്ച് നഗരം ഗ്രാമങ്ങളിലേക്ക് വളരുകയും വികസിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനമാകെ നഗരവൽക്കരിക്കപ്പെടുമ്പോൾ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പാർപ്പിട സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം എന്നിവ ഉൾപ്പെടെ സജ്ജമാക്കുവാൻ എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടോ? അതിനായി എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? മിനിസ്റ്റർ. സർ, ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതയെ ശരിയായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സോ, ലോകത്താകെ നടക്കുന്ന നഗരവൽക്കരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവണത കേരളത്തിൽ കാണാം. നമ്മൾ പൊതുവേ നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ കാണുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ്. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് നഗരഗ്രാമ അതിർത്തികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എവിടെ ഗ്രാമം അവസാനിക്കുന്നുവെന്നോ, എവിടെ നഗരം ആരംഭിക്കുന്നുവെന്നോ, എവിടെ നഗരം അവസാനിക്കുന്നുവെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നഗരവ്യാപനമാണ് കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാവുന്നത്. എല്ലാ വിദഗ്ധരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി അടുത്തൊരു ദശകത്തിനുള്ളിൽ കേരളം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ നഗരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ നഗരം എന്ന നിലയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ ഒരു നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നൊരു നഗരമായിട്ട് കേരളം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള വലിയ വെല്ലുവിളികൾ അത് ഉയർത്തുന്നുണ്ട്, ഒപ്പം വലിയ സാധ്യതകളും അവസരങ്ങളും നൽകുന്നുണ്ട്. രണ്ടുമുണ്ട്. അത് രണ്ടും അഭിസംബോധന ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമഗ്രമായൊരു നയം ആവിഷ്കരിക്കാൻ ഈ ഗവൺമെൻറ് ആലോചിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യം അത്തരം ഒരു മുൻകൈ എടുത്തത്. സർ, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. ഒന്ന്, ട്രാൻസ്പോർട്ടേഷൻ്റെ അർബൻ ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തീരും. അവിടെയാണ് അതിവേഗ റെയിൽ പോലുള്ള ആശയങ്ങളുടെ പ്രാധാന്യം വരുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി അടുത്തൊരു 25-50 കൊല്ലത്തെ കേരളത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അതിവേഗ റെയിൽ ആവശ്യമായി വരും. നാഷണൽ ഹൈവേ പോലുള്ള മലയോര ഹൈവേ, അതുപോലെ തന്നെ തീരദേശ ഹൈവേ പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനം വേണം. അപ്പം അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പദ്ധതികൾ, ഈ നഗരവൽക്കരണത്തിൻ്റെ പ്രവണതയെ കണ്ടുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഹൗസിങ്ങിൻ്റേതാണ്, അർബൻ ഹൗസിംഗ്. സർ, നഗരം വ്യാപിക്കുന്ന സമയത്ത് നഗരങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് ഭവനം ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിൻ്റെ മുൻഗണനയാണ്. ഈ സർക്കാരിൻ്റെ കീഴിൽ നടപ്പാക്കിയ ലൈഫ് ഭവന പദ്ധതി അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ കേരളത്തിലാകെ 6 ലക്ഷത്തിലധികം പേരുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഫെബ്രുവരി മാസത്തിൽ 5 ലക്ഷം എന്ന നാഴികക്കല്ല് കേരളം പിന്നിടാൻ പോവുകയാണ് വീടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നിലവിൽ തന്നെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അത്തരം പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം ഉന്നയിച്ചത് മാലിന്യ സംസ്കരണത്തിൻ്റെതാണ്. സർ, നഗരവൽക്കരണം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മലിനീകരണത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയുമാണ്. ഇപ്പോൾ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറം നടന്നു. ബഹുമാനായ വ്യവസായ മന്ത്രി അതിൽ പങ്കെടുത്തിരുന്നു. അത് സംബന്ധിച്ച് വന്നിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ വേൾഡ് എക്കണോമിക് ഫോറം ദാവോസിൽ നടന്നപ്പോൾ ഇന്ത്യൻ നഗരങ്ങളുടെ മലിനീകരണത്തെക്കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ട ഒരാശങ്ക എന്നതാണ്. ഇന്ത്യയിലെ നഗരങ്ങൾ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ജീവിതയോഗ്യമല്ലാതായിത്തീരുന്നു. ഡൽഹിയുടെ എല്ലാം അനുഭവം നമുക്കറിയാം, വായു ഗുണനിലവാര സൂചികയുടെ എല്ലാം സ്ഥിതി. അപ്പോൾ സർ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡൽഹിയിൽ നിന്നും അതുപോലുള്ള മഹാനഗരങ്ങളിൽ നിന്നും കേരളത്തിലെ നഗരങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. കാരണം ശുദ്ധവായു കിട്ടുന്ന നഗരങ്ങൾ കേരളത്തിലേതാണ്, അതുപോലെ തന്നെ ശുചിത്വമുള്ള നഗരങ്ങൾ കേരളത്തിലേതാണ്. നമുക്ക് ഇനിയും ഒരുപാട് ദൂരക്കാര്യത്തിൽ മുന്നോട്ട് പോകാനുണ്ട് എന്നത് സംശയമില്ല. അപ്പോൾ അതിന് ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതികൾ ഈ സഭയിൽ നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. ബ്രഹ്മപുരം പോലുള്ള ക്രൈസിസിനെ എങ്ങനെയാണ് കേരളം കൈകാര്യം ചെയ്തത് എന്നത് ഒരു മാതൃകയാണ് സർ. ബ്രഹ്മപുരത്ത് ഈ മാസം അവസാനത്തോടു കൂടി 150 ടണ്ണിൻ്റെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം നടത്തുകയാണ്.